ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലത്തെ എൻ്റെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് മോൻ്റെ ഫീഡിംഗ് ബോട്ടിൽ കഴുകുക എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റു, മോൻ്റെ ഫീഡിംഗ് ബോട്ടിലെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം അത് സ്റ്റെറിലൈസ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അതാണ് എനിക്ക് വയ്യാത്തത്. വെള്ളം തിളപ്പിച്ച് സ്റ്റെറിലൈസ് ചെയ്ത് കുറേ നേരം കാത്തിരുന്ന് അയ്യോ, അതിന് ഭയങ്കര മെനക്കേടാണ്. അപ്പോൾ അതിന് വേണ്ടി എനിക്ക് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ബേബി ഹഗ്ഗിൻ്റെ സ്റ്റെറിലൈസർ. ആഫ്റ്റർ ഡെലിവറി ഞാൻ മസ്റ്റായിട്ട് വാങ്ങണമെന്ന് കരുതിയിരുന്ന പ്രോഡക്റ്റാണ് ഞാനിത്. കാരണം ഭയങ്കര യൂസ്ഫുള്ളാണ് ഇതെനിക്ക്. കാരണം ഡെലിവറി കഴിഞ്ഞ ശേഷം നമ്മൾ ഏത് സ്ഥിതിയിലാണെന്ന് അറിയാൻ പറ്റത്തില്ല, എല്ലാത്തിനും ഓടി നടക്കാനും പറ്റില്ല. അപ്പോഴത്തേക്കിനും സ്റ്റെറിലൈസേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് ഈസി ആക്കാൻ വേണ്ടിയാണ് ഞാനിത് വാങ്ങിയത്. ഞാൻ കുറേ തിരക്കിയിട്ട് എനിക്ക് സ്യൂട്ടബിൾ ആണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. ഇതിൻ്റെ ഓരോ ഫങ്ഷണാലിറ്റീസും ഡിഫറെൻ്റാണ്. ഒത്തിരി പ്രയോജനമുള്ളൊരു സ്റ്റെറിലൈസർ തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ആദ്യം ബേസിൽ നമ്മളിത്തിരി വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് നമുക്കത് വാമായി സ്റ്റെറിലൈസ് ആവണമല്ലോ, അതിന് വേണ്ടിയാണ് ഇത്തിരി വെള്ളം ഒഴിക്കണം. എന്നിട്ട് ഇതിന് 4 മോഡുണ്ട്. അതായത് ഒന്ന് വാട്ടർ ബോയിൽ ചെയ്യാൻ, ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യാൻ, ഒന്ന് ബോയിൽ എഗ്ഗ് ചെയ്യാൻ, പിന്നെ ഒന്ന് കുഞ്ഞ് ക്യാറ്റ് ബീൻസ് അങ്ങനത്തെ ഉള്ളത് ബോയിൽ ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ. അത് ആഫ്റ്റർ 6 months കഴിഞ്ഞിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ സ്റ്റെറിലൈസേഷനും പിന്നെ ബോട്ടിൽ വാട്ടർ വാം ചെയ്യാനുമാണ്. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് വേറൊരു പാർട്ടുണ്ട്, ഒരു വൈറ്റ് ഓവൽ ഷേപ്പ് പാർട്ട്. അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചു. പിന്നെ മെയിൻ പാർട്ടെന്ന് പറയുന്നത് ഡബിൾ ലെയറായിട്ടുള്ള ഇങ്ങനെ ബോട്ടിലും പിന്നെ അതിൻ്റെ നിപ്പിൾസും അതിൻ്റെ ക്യാപ്സും ഒക്കെ വെക്കാൻ പറ്റിയ ഡബിൾ ലെയർ പോർഷനാണിത്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇതെടുത്ത് നമ്മൾ അതിൻ്റെ അകത്തോട്ട് പ്ലേസ് ചെയ്യുവാണ്. അപ്പം പ്ലേസ് ചെയ്ത ശേഷം അതിൻ്റെ ഒരു കവറിങ് ഉണ്ട്. അപ്പോൾ ആ കവറിങ് വെച്ച് നമ്മളത് പ്രോപ്പർലി അത് ക്ലോസ് ചെയ്ത് വെക്കും. പിന്നെ നമ്മൾക്ക് ആ 4 മോഡ്സ് ഉണ്ടായിരുന്നതിനകത്ത് 3rd മോഡാണ് നമ്മുടെ ഇപ്പോൾ സ്റ്റെറിലൈസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞത് ബോട്ടിൽ വാട്ടർ വാം ചെയ്യാൻ, സെക്കൻഡ് റൈസ് ബോയിൽ ചെയ്യാൻ, 3rd സ്റ്റെറിലൈസർ, 4th എഗ്ഗ് ബോയിൽ ചെയ്യാൻ. അപ്പോൾ നമ്മൾ സ്റ്റെറിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് സ്ക്യൂസറാണ്. നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് സ്ക്യൂസർ തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ലെമണോ ഓറഞ്ചോ സ്ക്യൂസ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ആഫ്റ്റർ 6 months കഴിഞ്ഞ് നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ എഗ്ഗ് ബോയിൽ ചെയ്യാം. അതിനും നമുക്ക് ഒരു ബേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനൊരു കവറിങ് ഉണ്ട്, പിന്നെ അതിനൊരു ലിഡുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എഗ്ഗ് ബോയിൽ ചെയ്യാവുന്നതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സും അത് ഓഫ് ആവുന്നതാണ്. പിന്നെ എപ്പോഴാണ് നമ്മളൊരു ഹോൾഡർ കരുതിയിരിക്കണം. ഹോൾഡർ എന്ന് പറഞ്ഞാൽ അവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അത് നമുക്ക് വെച്ച് ഈസി ആയിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ വേറെ വേണം, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾക്ക് ആഫ്റ്റർ 6 months കഴിഞ്ഞ് നമ്മൾ ചോറ് കൊടുക്കുമല്ലോ, അതൊക്കെ ബോയിൽ ചെയ്യാനും എല്ലാം നല്ലതാണ്. അപ്പോൾ നമുക്ക് ലിഡ് ക്ലോസ് ചെയ്ത് വെച്ച് ആ മോഡിലിട്ട് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ ഓഫ് ചെയ്യണമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓഫ് ആവുന്നു. പിന്നെ ഇതിൽ തന്നെ നമുക്ക് വാട്ടർ ബോയിൽ ചെയ്യാവുന്നതുമാണ്. എനിക്ക് യൂസ്ഫുൾ ആണെന്നുള്ള കാര്യം ഞാൻ ഷെയർ ചെയ്തു. എന്തെങ്കിലും യൂസ്ഫുൾ ടിപ്സുമായിട്ട് വരുന്നതിന് വേണ്ടി പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ്.